പൊള്ളി സ്ഥലം, കാട്ടിൻ്റെ നടുവിൽ വലിയ പുൽത്തകിടി, അതിൻ്റെ നടുവിലൊരു സ്വിമ്മിംഗ് പൂൾ. ഹലോ ഹായ്. നമ്മൾ നാട്ടിൽ പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലാന്ന്. ഞാനത് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പഴഞ്ചൊല്ലാണ്. കാരണം അത് നമ്മൾ ജീവിതത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പലതും ആസ്വദിക്കാനൊന്നും കഴിയില്ല ജീവിതത്തിൽ. കാരണം ഞാൻ പറയാൻ കാരണം, നമ്മളിപ്പോൾ ഒരു ടൂർ പോകുകയെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ദൂരെ പോകുക എന്നുള്ളതാണ് നമ്മളെപ്പോഴും ചിന്തിക്കുക. അപ്പോൾ നമ്മളടുത്ത് പൈസ വേണം, ദൂരെ പോകണമെങ്കിൽ അതിനൊരു പ്ലാനിങ് വേണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യില്ല, യാത്ര പോകില്ല, എപ്പോഴും നമ്മൾ വീട്ടിൽ തന്നെയാവും. അപ്പോൾ നമ്മളെ ചുറ്റിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ചെറിയ ചെറിയ സ്ഥലങ്ങളും വലിയ വലിയ സ്ഥലങ്ങളും എല്ലാം ഉണ്ട്. എല്ലാം വ്യത്യസ്തമാണ്. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം വ്യത്യസ്തമാണ്, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അടുത്തുള്ള സ്ഥലങ്ങൾ പലപ്പോഴും നമ്മൾ കാണാൻ വിട്ടുപോകാറുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ വന്നതിന് ശേഷം കുറേ രാജ്യങ്ങളിൽ കറങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് വിസയില്ലാതെ കുറേ രാജ്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ അങ്ങനെ കുറേ രാജ്യങ്ങൾ കറങ്ങിയിട്ടുണ്ട്. അതുപോലെ അവിടെ പോകാൻ നമ്മൾ പൈസയൊക്കെ വേണം, നമുക്ക് ചിലവുണ്ടാവും. അതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ സ്വീഡനിൽ നമ്മളടുത്ത് തന്നെയുള്ള നമുക്ക് ബസ്സിൽ പോയി വരാൻ പറ്റുന്ന അല്ലെങ്കിൽ നടന്നു പോയി വരാൻ പറ്റുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. എല്ലാം വ്യത്യസ്തമാണ്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും ദൂരെ രാജ്യങ്ങളിൽ പോയി കണ്ട ആ സ്ഥലങ്ങളെക്കാട്ടും ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ വെറുതെ ഒന്ന് ബസ്സിൽ പോയി കണ്ടിട്ടൊക്കെ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ കുറേ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട് എപ്പോഴും. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും കറങ്ങും. അപ്പോൾ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ ഇത്തരം ചെറിയ യാത്രകൾ പോകുമ്പോൾ നമ്മൾ ഒരിക്കലും അതൊരു സിമ്പിളായിട്ട് കണ്ടിട്ട് അങ്ങ് പോകരുത്. നമ്മൾ എങ്ങനെയാണോ പുറത്ത് വലിയൊരു സ്ഥലത്ത് ടൂറിന് പോകുന്നത്, അതേപോലെ നമ്മൾ കണ്ണും കാതും എല്ലാം തുറന്നിട്ട് എൻജോയ് ചെയ്തുകൊണ്ട് തന്നെ പോവുക. അപ്പോൾ ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും. അപ്പോൾ പൈസ ഇല്ലയെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഒരു പ്ലാനിങ് ഇല്ലയെന്ന് പറഞ്ഞിട്ടോ ദൂരെ ടൂറ് പോകാതിരിക്കുന്ന ആൾക്കാർ ആലോചിക്കേണ്ടത്, നമ്മൾ അടുത്ത് തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അതൊക്കെ എൻജോയ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് അടുത്ത് തന്നെ ഉള്ളൊരു സ്ഥലമാണ്, ഒരുപാട് കാഴ്ചകളുണ്ട്. പ്രത്യേകിച്ച് കാടിന് ഉള്ളിലൂടെയുള്ള വഴികൾ, കുതിരയുടെ ഫാം, പിന്നെ ഹോഴ്സ് റൈഡ് ചെയ്യുന്ന സ്ഥലങ്ങൾ, പിന്നെ വലിയ ലേക്കുകളുണ്ട്. അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഞങ്ങളുടെ കൂടെ വരാം, വാ. സ്വീഡൻ്റെ കാടുകളെ ഇവർ വളരെ മനോഹരമായിട്ടാണ് ഉപയോഗപ്പെടുത്തുന്നത്. അതായത് കാട്ടിലൂടെ ട്രെയിൽസ് ഉണ്ടാവും, നല്ല നല്ല പാതകൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് നടന്നു പോകാം, സേഫായിട്ട് നടന്നു പോകാം. അപ്പോൾ ഇങ്ങനെയുള്ള സൈൻ ബോർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതിൻ്റെ സേഫ്റ്റിയൊക്കെ വെച്ചിട്ട് ഒരുപാട് പാതകളുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, കിലോമീറ്ററുകളോളം നമുക്ക് നടക്കാൻ കഴിയും. അങ്ങനെ എല്ലാ കാട്ടിലും ഇങ്ങനെ പാതകളുണ്ടാവും. അപ്പോൾ നമുക്കൊന്ന് റിഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് കാടിലൂടെ ഇങ്ങനെയുള്ള നടത്തം നല്ല രസമാണ്. ഇപ്പോൾ ഇപ്പോൾ എഴുതിയിരിക്കുന്നതാണെന്നില്ലേ, ഇങ്ങോട്ടേക്ക് 7.5 കിലോമീറ്റർ നമുക്ക് കാടിലൂടെ നടക്കാൻ പറ്റും. അപ്പോൾ കുറേ പേരൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇനി നമുക്ക് ഇങ്ങോട്ടേക്ക് നടക്കാം.
ഇനി ചെറിയൊരു ലഞ്ച് ബ്രേക്കാണ്. അപ്പോൾ നമ്മൾ കാട്ടിലൊക്കെ ഇങ്ങനെ ട്രക്കിങ്ങിനൊക്കെ വരുന്ന സമയത്ത് ഫുഡൊക്കെ കരുതും. അപ്പോൾ ഇതൊരു പ്രത്യേക ഫീലാണ്. കാട്ടിൻ്റെ അകത്ത് ഇങ്ങനത്തെ ടേബിളൊക്കെ അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇരുന്നിട്ട് ഫാമിലി ആയിട്ട് ഫുഡൊക്കെ കഴിക്കാം. നല്ല രസമാണ്. നല്ല വ്യൂ ബാക്കിൽ കണ്ട. അപ്പോൾ നമ്മളൊരു ഹോട്ടലിൽ പോയിട്ട് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കഴിക്കുന്നതിനേക്കാളും നല്ലൊരു ഫീലാണിത് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ എൻജോയ്മെൻറ്റ്, പ്രധാനപ്പെട്ട എൻജോയ്മെൻറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ എൻജോയ് ചെയ്യാൻ മിസ്സാക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫുഡ് സ്റ്റാർട്ട് ചെയ്യാം. ചില സ്ഥലങ്ങളിൽ മാത്രം നമുക്ക് ഇങ്ങനത്തെ സ്റ്റെപ്പായിരിക്കും, നമുക്ക് സ്ട്രോളർ ഉരുട്ടാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഇങ്ങനെ എടുത്ത് മെല്ലെ ഇങ്ങ് വരണം, ഇത്രയേ ഉള്ളൂ. എമ്മാതിരി കല്ലല്ലേ. അയറാ കല്ല് താഴെ ഇട്ടാച്ചേ, ഇത് താഴെ ഇട്ട. ആ കല്ല് നോക്ക്, വലിയ സിംഗിൾ കല്ല് കണ്ട. ഒറ്റ കല്ല് ആ കാണുമ്പോൾ ഇങ്ങോട്ട് വീഴാൻ പോകേണ്ടതുണ്ടല്ലേ. അമ്മേ തളർന്നു. പണിവാളി. ഇവിടെ അത്യാവശ്യം നല്ലൊരു സ്റ്റെപ്പ് ഉണ്ട്, പക്ഷെ നമ്മൾ തളരരുത്. നമ്മൾ ട്രക്കിങ്ങിനാണ് വന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, സംഭവം നമ്മൾ നല്ലൊരു മല കയറി ഇപ്പോൾ ഒരു വലിയ ലേക്ക് ഉണ്ട്, ആ ലേക്കിലേക്ക് ഇറങ്ങി പോവുകയാണ്. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു സ്റ്റെപ്പ്. ചെറുതായിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ടാൽ നമുക്ക് കാട്ടിലെ ഒരുപാട് കാര്യങ്ങൾ എൻജോയ് ചെയ്യാം. സിമ്പിൾ. നമ്മളിപ്പോൾ വലിയ പാറ ഇറങ്ങിയിട്ട്, അതായത് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് നമ്മൾ വരുന്നത്. ആ ഒരു വലിയ മല, കാട്, പാറക്കെട്ട് ഇറങ്ങിയിട്ട് നമ്മളിപ്പോൾ ഇവിടെ വലിയൊരു ലേക്ക് ഉണ്ട്, അടിപൊളി സ്ഥലമാണ്. ആ ലേക്കിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇവിടെയാണ് പ്രധാന കേന്ദ്രം.
പൊള്ളി സ്ഥലം, കാട്ടിൻ്റെ നടുവിൽ വലിയ പുൽത്തകടി, അതിൻ്റെ നടുവിലൊരു സ്വിമ്മിംഗ് പൂൾ. എടാ എങ്ങനെയുണ്ട് സ്ഥലം? സൂപ്പർ അല്ലേ? ഇതൊക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നവരെ സമ്മതിക്കണം അല്ലേ? ശരിക്കും കാട്ടിൻ്റെ നടുവിൽ ഇത്രയും നീറ്റായിട്ട് സൂപ്പർ. ഇതിവിടെ കുതിരയെ വളർത്തുന്ന സ്ഥലങ്ങളാണിത്. ഓരോ വീട്ടിലും കുതിരകളുണ്ടാവും, അതിനെ വളർത്തുന്ന ചെറിയ ചെറിയ സ്ഥലങ്ങൾ. സ്വീഡനിലെ വീടുകളിൽ ആൾക്കാർ നടത്തുന്ന കൃഷി സ്ഥലങ്ങളായത്. അപ്പം ഇതിൽ ഒന്നുമില്ല, കൃഷി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അപ്പം ഇങ്ങനെ തട്ടുകളാക്കിയിട്ടും ഇങ്ങനെ മരത്തടികൾ കൊണ്ട് പാർട്ടീഷൻ ചെയ്തിട്ടൊക്കെയാണ് കൂടുതലും കൃഷി ചെയ്യുന്നത്. ഇതാണ് ഹോഴ്സ് റൈഡ് ചെയ്യാനുള്ള വഴി. ഇവിടെ മാർക്ക് ചെയ്ത് കാണാൻ നിങ്ങൾക്ക്. ഇതിലെ സൈക്കിള്, സ്കൂട്ടർ ഇതൊന്നും അലൗഡല്ല. നടന്നു പോവാം, പിന്നെ ഹോഴ്സിലും പോവാം. നമുക്ക് ഹോഴ്സ് റൈഡ് ചെയ്തിട്ടും പോവാം. ഹോഴ്സിൻ്റെ ചാണകമൊക്കെ കണ്ട, പിന്നെ കാലിൻ്റെ അടയാളങ്ങളുണ്ട്. അപ്പം ഇങ്ങനെ കുറേ വഴികളുണ്ട്, ഹോഴ്സിന് വേണ്ടി മാത്രമുള്ള വഴികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും ഹോഴ്സ് റൈഡ് ചെയ്യുന്നത് കണ്ടിട്ടില്ല, ചിലപ്പോൾ നമ്മൾ കാണാനിട്ടായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ എക്സ്പീരിയൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു, ബായ്.